സെന്റ് റീത്താസ് സ്കൂളിൽ യൂണിഫോം കോഡ് തെറ്റിച്ചതിന് ടി.സി. വാങ്ങിയ പെൺകുട്ടി പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു. മകൾ പുതിയ സ്കൂളിൽ ചേരുന്നതായി അറിയിച്ച് പിതാവ് അനസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പ്രിയപ്പെട്ടവരെ, മകൾ ഇന്ന് പുതിയ സ്കൂളിലേക്ക്. അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചു തന്നെ. അവളുടെ തലയിലെ 3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്ക് എന്നാണ് പിതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മക്കൾ രണ്ടുപേരുടെയും ചിത്രവും പങ്കുവച്ചായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തിയുടെയോ പിൻബലമില്ലാത്ത ഒരു സാധാരണക്കാരനായ എൻ്റെ ഒപ്പം നിന്ന മുഴുവൻ പേർക്കും പ്രാർത്ഥനാ മനസ്സോടെ, നന്ദിയോടെ. വൈവിധ്യങ്ങളുടെ കളറുള്ള പുതുലോകക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ, അദ്ദേഹം കുറിച്ചു. മകളെ ഇനി അതേ സ്കൂളിലേക്ക് അയക്കുന്നില്ലെന്ന് പിതാവ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സെന്റ് റീത്താസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്നത് അധികൃതർ വിലക്കിയതിനെ പിതാവ് ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലിനെ തുടർന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ സുബിൻ പോൾ അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണത്തിന് ശേഷം സമർപ്പിച്ച റിപ്പോർട്ടിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നും സ്കൂൾ നിഷ്കർഷിക്കുന്ന യൂണിഫോമിന്റെ രീതിയിലെ ശിരോവസ്ത്രം ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ വരാമെന്നും വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്ന DDAയുടെ റിപ്പോർട്ട് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. സ്കൂളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി പരസ്യമായി രംഗത്തെത്തിയതോടെ വിവാദം കൊഴുത്തു. ശിരോവസ്ത്രം ധരിച്ച ടീച്ചർ സ്കൂളിൽ ഹിജാബ് പാടില്ലെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്നും കുട്ടി സ്കൂൾ വിടാൻ കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. കുട്ടി സ്കൂൾ വിട്ടുപോകുന്നതിന് കാരണക്കാരായവർ സർക്കാരിനോട് മറുപടി പറയേണ്ടി വരുമെന്നും മാനസിക സംഘർഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കുമെന്നായിരുന്നു മന്ത്രിയുടെ നിലപാട്. ഭരണഘടനയും വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം അനുവദിക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ സ്കൂളിൽ തുടരാൻ താൽപ്പര്യമില്ലെന്ന് പെൺകുട്ടി അറിയിച്ചതോടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് VG അരുൺ ഹർജികൾ തീർപ്പാക്കിയിരുന്നു. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ കുട്ടിയെ പുതിയ സ്കൂളിൽ ചേർത്തിരിക്കുന്ന കാര്യം പിതാവ് വ്യക്തമാക്കിയത്. പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിലെ ഹർജി തീർപ്പാക്കിയത് കഴിഞ്ഞ ദിവസമാണ്. കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണെന്ന് രക്ഷിതാവ് അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഇത് രേഖപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റിസ് VG അരുൺ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചത്. സർക്കാരും സ്കൂൾ അധികൃതരും നടപടികൾ അവസാനിപ്പിക്കുന്നതിന് അനുകൂല നിലപാടായിരുന്നു സ്വീകരിച്ചത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ സമുദായ സൗഹാർദ്ദം നിലനിൽക്കട്ടെയെന്നും കോടതി പറഞ്ഞിരുന്നു. സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി യൂണിഫോമിനൊപ്പം ശിരോവസ്ത്രവും ധരിച്ചെത്തിയതാണ് തർക്കത്തിന് കാരണമായത്.